ഗുഡ് മോർണിംഗ് ഓൾ. ടീച്ചേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SSLC ഹിന്ദിയുടെ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന ഒരു പോർഷനിൽ വന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അതായത് സഹി വാക്യ ചുൻകർ ലിഖോ, അല്ലെങ്കിൽ ഈ ഗ്രാമർ ബേസ്ഡ് ആയിട്ടും വാക്യ ബദൽക്കർ ലിഖോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് 2024 to 2016 വരെയുള്ള ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് അധികം താമസിക്കേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സഹി വാക്യ ചുൻകർ ലിഖോ എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഡുഡലിയുടെ ചാപ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുക ലഘി, ലഘ, ലഘേ, ഈ മൂന്ന് വേർഡുകളായിരിക്കും നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ലഘ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ് ഏകവചനാണ് എന്നത്. ഒരു ആൺകുട്ടി മാത്രമാണെങ്കിൽ നമ്മൾ ലഘ എന്നായിരിക്കും ഉപയോഗിക്കുക. ആൺകുട്ടികൾ എന്നൊക്കെ വരുവാണെങ്കിൽ, അതായത് പുല്ലിംഗ് ബഹുവചനാണെങ്കിൽ, അതായത് പ്ലൂരൽ ഫോം ആണെങ്കിൽ, ഇത് ഏകവചനം എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണെങ്കിൽ ഏതായിരിക്കും വരിക? ലഘ എന്നതായിരിക്കും. ഇനി ലഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗ് ഏകവചനം വരും, ബഹുവചനവും വരും. എല്ലാത്തിനും കൂടി ലഘി ആയിരിക്കും ഉപയോഗിക്കുക. സോ ലഘ, ലഘേ, ലഘി, ഈ മൂന്ന് വേർഡ് എപ്പോൾ ഉപയോഗിക്കും എന്നത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനി ഒരു കാര്യം കൂടി, ഈ ഫോമിൻ്റെ എല്ലാത്തിൻ്റെയും മുമ്പിലായിട്ട് എന്തുണ്ടാവും? നെ ഉണ്ടായിരിക്കും. നെ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ നോക്കിയോ, ഡുഡലി. ഡുഡലി എന്നതൊരു പെണ്ണാണ്. സോ ലഘി ആണ് വരേണ്ടത്. ഇതിനകത്ത് രണ്ടിനും ലഘി ഇല്ല. സോ ഇത് രണ്ടിനും നമുക്ക് ഒഴിവാക്കാം. അടുത്തത് ഇതിനകത്ത് രണ്ടിനും ലഘിയുണ്ട്. ഇനി നമ്മൾ ഒരു കണ്ടീഷനും കൂടെ പറഞ്ഞിരിക്കുന്നു, ലഘിയുടെ മുമ്പിൽ നെ എന്നത് വേണമെന്ന്. ഇവിടെ നീ ആണ്. സോ ആൻസർ തെറ്റാണ്. ഇതാണ് കറക്റ്റ്. നെയ്യുണ്ട്, ലഘിയുണ്ട്. സോ ഇതായിരിക്കും ആൻസറായിട്ട് വരിക. ഇനി ഇവിടെ നോക്കിക്കോ, ചാർലി എന്നത് ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് ലഘ ആണ് വരിക. സോ ലഘ വരുന്ന കേസ് ആകെ ഒന്നേ ഉള്ളൂ. കൂടെ അതിനു മുമ്പ് നെയ്യും വരുന്നുണ്ട്. സോ ആകെ ഈ ഒരു ആൻസർ മാത്രമേ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. ഇത് 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത 2023 മാർച്ചിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡുഡലിന്റെ ചാപ്റ്ററിൽ ചോദിച്ചതാണ്. ഡുഡലി ബയ്യാസെ കഹ്തി ഹേ. ഡുഡലി ബയ്യനോട് പറഞ്ഞു എന്നാണ് വരേണ്ടത്. അപ്പൊ ഡുഡലിയാണ് പറയുന്നത്. സോ സ്ത്രീലിംഗ് ആണ് വരേണ്ടത്. കഹ്തി ആണ് വരേണ്ടത്. രണ്ടിടത്ത് കഹ്തി ഉണ്ട്. പക്ഷെ ഇവിടെ ഹൂം വന്നു. മേം വരുമ്പോൾ മാത്രമേ അവസാനം ഹൂം വരികയുള്ളൂ. ഇവിടെ ഡുഡലി എന്ന് വരുമ്പോൾ ഹേ ആണ് വരേണ്ടത്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഇതാണ് വരിക. അടുത്തത് ജോക്കു എന്ന ബദലേ. ബദലേ എന്ന് പറഞ്ഞാൽ പകരം. ജോക്കുവിന് പകരം ഗംഗി കൊടുത്തു കഴിഞ്ഞാൽ പ്രയോഗ കർക്കെ വാക്യ ബദൽക്കർ ലിഖോ. അപ്പൊ വാക്യം മാറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജോക്കുവിന് പകരം നമ്മൾ ഗംഗി എഴുതി. പാനി, പി. ഇത് രഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുല്ലിംഗ് ഏകവചനാണ്. ജോക്കു ഒരാളാണ്, ആണാണ്. സോ രഹ. ഇവിടെ ഗംഗി രഹിയാണ് വരിക, വള്ളി വരും. കാരണം എന്താണ്? ഗംഗി എന്താണ്? പെൺകുട്ടിയാണ്. ഇനി രഹ എന്ന് വരുന്നത് പുല്ലിംഗ് ഏകവചനത്തിനാണ് വരിക. രഹേ വരുന്നത് എപ്പോഴാണ്? പുല്ലിംഗ് ബഹുവചനത്തിനാണ്. ഇനി രഹി എപ്പോഴാണ് വരുന്നത്? സ്ത്രീലിംഗത്തിനും വരും, ബഹുവചനത്തിനും വരും, ഏകവചനത്തിനും വരും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് ഇവിടെ രഹി വന്നത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2023 മോഡലിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ബച്ച കാം കർത്തി ഹേ. ബച്ച കാം കർത്തേ ഹേ. കർത്തി ഹേ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗാണ് വരിക. കർത്തേ ഹേ എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ? ബച്ചോ. ഇതാണ് ഒരുപാട് കുട്ടികൾ. ബച്ച എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ വരുന്നുള്ളൂ, അതും ആൺകുട്ടിയാണ്. ബച്ചി ആണെങ്കിലാണ് എന്ത്? പെൺകുട്ടി വരിക. ഇനി ബച്ച കാം കർത്തി ഹേ എന്ന് പറയുമ്പോൾ എന്താണ്? പെൺകുട്ടിയാണെങ്കിൽ വള്ളി വേണം. കർത്തി ഹേ എന്ന് പറയുമ്പോൾ കുത്തിടുന്നുണ്ടല്ലോ, ഇവിടെ കുത്തില്ല. ഇതെന്താ? കുത്തിട്ടാൽ അതെന്താണ്? കുത്തിട്ട് എന്താണ്? പ്ലൂരലാണ്. ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെന്നർത്ഥം. കുത്തിട്ടില്ലെങ്കിലോ സിംഗുലർ ആണെന്നും അർത്ഥമുണ്ട് കേട്ടോ. ഇനി ബച്ച എന്ന് പറയുമ്പോൾ ഒരാൺകുട്ടീൻ്റെ കാര്യമാണ് പറയുന്നത്.
കാം കർത്താ ഹേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഇതാണ് 2023 മോഡൽ ചോദിച്ചത്. ഇനി അടുത്തത് 2022 മാർച്ചിൽ ചോദിച്ചതാണ്. ബൂട്ട മല്ലാഹ് ഗസൽ ഗാനി ലഗിയാണോ ഏതാണ് വരിക നോക്കാം. ബൂട്ട മല്ലാഹ് എന്ന് പറഞ്ഞാൽ വയസ്സായ വൃദ്ധനായ ഒരു തോണിക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഒരാളുള്ളത് കൊണ്ടും അത് പുരുഷനായതുകൊണ്ടും ലഗ എന്ന് വരും. ലഗയ്ക്ക് മുമ്പിൽ നേ വരണം നിർബന്ധമാണ്. സോ ഇത് വരുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ. നേ ഇവിടെ വരുന്നുണ്ട്, പക്ഷെ അത് സ്ത്രീലിംഗമായി പോയി. നേ ഇവിടെ വരുന്നുണ്ട്, കറക്റ്റ് പുല്ലിംഗാണ്. സോ അതാണ് ആൻസർ. അടുത്ത 2021 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗംഗി ബോൽ താ ഹേ ആണോ, തേ ഹേ ആണോ, താ ഹൂമാണോ, തീ ഹേ ആണോ? സ്ത്രീലിംഗം ആയതുകൊണ്ട് തീയേ വരുള്ളൂ, ഹേയേ വരും. ഹൂം വരണമെങ്കിൽ എന്ത് വേണം? അതിന് മുമ്പ് എന്ത് വേണം? മേം വന്നാൽ മാത്രമേ ഹൂം വരത്തുള്ളൂ. ഇവിടെ ഗംഗി പെണ്ണായതുകൊണ്ട് തീ ആണ് വരേണ്ടത്. ബാക്കി എല്ലാവർക്കും താ തേയാണ്. താ എന്ന് പറഞ്ഞ പുല്ലിംഗ് ഏകവചൻ, തേ വരുമ്പോൾ പുല്ലിംഗ് ബഹുവചൻ, തീ എന്ന് വരുമ്പോൾ സ്ത്രീലിംഗാണ്. സോ ഇതാണ് ആൻസർ. അടുത്തത് മല്ലാഹ് ഗസലും സുനാത്തെ ലഗിയാണ് വരിക. മല്ലാഹ് എന്ന് പറയുമ്പോൾ പുല്ലിംഗ് ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് എന്താ ലഗ ആണ് വരിക. ലഗി വരുമ്പോൾ എന്താണ്? സ്ത്രീലിംഗാണ്. ലഗി സ്ത്രീലിംഗാണ്. ലഗിയെ പുല്ലിംഗ ഏകവചനല്ല, ബഹുവചനാണ്. മല്ലാഹ് ഒരാളേ ഉള്ളൂ. സോ ഇതിനു മുമ്പ് നെയ്യും കൂടെ വരണം. സോ ഇത് രണ്ടും കറക്റ്റായി വന്നു. ഇതാണ് ആൻസർ. 2021 മോഡൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യാനാണ്. കലാം എന്നാണ് തന്നിരിക്കുന്ന ആദ്യത്തെ വേർഡ്. കലാം എന്ത്? പുല്ലിംഗ് എന്താണ്? ഏകവചനാണ് അല്ലേ? ആണ്. ടാണ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൽ കാം ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? പുല്ലിംഗ് കർത്തായാണോ കർത്തിയാണോ കർത്തേയാണോ വരിക? താ വരുമ്പോൾ പുല്ലിംഗ് ഏകവചൻ, തീ വരുമ്പോൾ സ്ത്രീലിംഗാണ്, തേ വരുമ്പോൾ പുല്ലിംഗ് ബഹുവചൻ. ഇവിടെ കലാം ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഇതായിരിക്കും വരിക. കർത്താ വരുന്ന ഓപ്ഷൻ ഏതാണ്? ആകെ ഒന്നേ ഉള്ളൂ. സോ ഇതാണ് ആൻസർ വരിക. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ചാർലി എന്നത് ആൺകുട്ടിയാണ്, എന്ത് വരും? ലഗ വരും, ഒരാളേ ഉള്ളൂ. ഇത് പുല്ലിംഗ് ബഹുവചനാണ്. ലഗ വരും, കറക്റ്റാ. പക്ഷെ ലഗയ്ക്ക് മുമ്പിൽ നായല്ല, നേ വരണം. ലഗ വരും, കറക്റ്റാണ്. നേ വന്നു. അപ്പം ഇതാണ് ആൻസർ. ലഗി പറയുമ്പോൾ പെൺകുട്ടിയാണ്, പക്ഷെ അത് നടക്കില്ല. ലഗ നേ, കാരണം ലഗ പുല്ലിംഗ് ഏകവചനാണ്. നേയും ലഗയ്ക്ക് മുമ്പിൽ വരണം. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് 2021 മോഡലിലാണ് കേട്ടോ. ഇനി 2019 മാർച്ചിൽ കെലുമീം ഏക്ക് ആത്മി, ഒരാത്മി എന്ന് പറഞ്ഞ പുല്ലിംഗാണ്, ഏകവചനാണ് ഇവിടെ തന്നിട്ടുണ്ട്. സോ എന്ത് വരും? രഹുത്താഹേ ആയിരിക്കും വരിക. തേന്ന് വരുമ്പോൾ പുല്ലിംഗ് ബഹുവചനാണ്, വരില്ല. തീ വരുമ്പോൾ സ്ത്രീലിംഗാണ്, വരില്ല. ഇത് സ്ത്രീലിംഗ് പ്ലൂറലാണ്, കാരണം ഇവിടെ ഒരു കുത്ത് വന്നിട്ടുണ്ട്, അതും വരില്ല. ഇനി ഇത് സെയിം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജോക്കുവിന് പകരം ഗംഗി കൊടുത്ത് മാറ്റി എഴുതാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ രഹി ഹേ എന്ന് വരുന്ന അത് തന്നെ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് റിപ്പീറ്റഡ് ആണ്. സോ ഇതൊക്കെ നന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. ഇനി ഇതുപോലെ ഇവിടെ മാറ്റി എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ബേല ബേല, പാഠശാല മേം. അപ്പൊ ഇവിടെയാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. പട്ടി ഹേ എന്നുള്ളത് പടേങ്കേ എന്നാണ്. അപ്പൊ ഇവിടെ എന്തെഴുതും? സാഹേലിന് സാഹേലിന് തന്നെ എഴുതാം. പാഠശാല എന്നുള്ളത് പാഠശാല എന്ന് തന്നെ നമുക്ക് എഴുതാം. മേം എന്നുള്ളതും മേം തന്നെ നമുക്ക് എഴുതാം. ഇവിടെയാണ് നമുക്ക് മാറ്റേണ്ടത്. പട്ടി വന്നത് ബേല ആയതുകൊണ്ട് പെൺകുട്ടി, പട്ട വന്നത് സാഹേലായതുകൊണ്ട് ആൺകുട്ടി. സോ നമുക്ക് എന്ത് ചെയ്താം? പട എന്താണേലും എഴുതാം, പടേന്ന് നമുക്ക് എഴുതാം. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത് കൊണ്ട്. പിന്നെ ഗി പെൺകുട്ടി ആയതുകൊണ്ടാണ് നമുക്ക് തായ ആയതുകൊണ്ട് ഇവിടെ ഗാ എന്ന് കൊടുക്കാം. പടേങ്ക. സാധാരണ എന്തായി? ആൻസറായി. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഈ ഹേ ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2019 മോഡലിൽ ആൻസർ ചെയ്തിട്ടുള്ളത്. 2018 മാർച്ചിലാണെങ്കിലോ ബേലാക്ക മൻ ബഹുത് ഗരാ ഹോ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഹോ എന്താണേലും വരും. ജാ വരുന്നുണ്ട് എല്ലാത്തിലും, കോമൺ ആയിട്ട് ജായും വരും. ജാ ഏങ്കിയാണോ എന്നത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. ഇതിനെ നമ്മളൊരു
ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് വീഡിയോയാ ചെയ്തേ? നമ്മുടെ ഗ്രാമറിൻ്റെ ഒരു വീഡിയോകളുണ്ട്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യനാണ് ഇത്. ഗീ ആയിരിക്കും എന്താണേലും വരിക, കാരണം വേലപ്പെണ്ണായതുകൊണ്ട്. പിന്നെ എ വരും. സോ ഇതാണ് ആൻസർ വരിക. അടുത്തത് 2018 മോഡലിലെ ക്വസ്റ്റ്യനാണ്. താ ഊഞ്ചി ബോലി ബോലെ. ഡുഡലി എന്തായിരിക്കും വരിക? ബോലി ആയിരിക്കും വരിക. പറഞ്ഞു എന്ന്. പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് വള്ളി വന്നത്. ഓക്കെ, ഇത് ഇവിടെ കിട്ടിയല്ലോ. അടുത്ത 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻ നോക്കാം. മാം ആണ് എല്ലാത്തിനും മുമ്പിൽ. മാം വരും എന്താണ്? സ്ത്രീലിംഗാണ്. ലഘിയേ വരുള്ളൂ. മുമ്പിൽ നേ ഉണ്ടാവും. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നത് എവിടെയേ ഉള്ളൂ? ഇവിടെ നടക്കില്ല, ഇവിടെ നടക്കില്ല. ഇവിടെ ലഘി വന്നു, പക്ഷെ നേ വന്നില്ല. സോ ഇത് കറക്റ്റ് അല്ല. ഇവിടെ കറക്റ്റ് വന്നു. അപ്പം ഇതാണ് റൈറ്റ് ആൻസർ. ഇവിടെ കറക്റ്റ് സെലക്ട് ചെയ്യാൻ ചോദിച്ചാൽ ബച്ച. ബച്ച എന്ന് പറയുമ്പോൾ ആ കുട്ടിയാണ്. സോ തായ ആയിരിക്കും വരിക. തായ ആയിരിക്കും വരിക. ബച്ചോം എന്ന് പറഞ്ഞാൽ ഇത് വരും. ബച്ചോം. ഇത് ഹോ വരണമെങ്കിൽ ഇവിടെ തുമ്മ് വന്നിട്ട്, തുമ്മ് വന്നാൽ മാത്രമേ ഹോ വരുള്ളൂ. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. തേ വരണമെങ്കിൽ ബച്ചോം വരണമെങ്കിൽ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ബച്ചി എന്ന് വന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? തോം വരുള്ളൂ, തീ വരുള്ളൂ, തീ വരുള്ളൂ. ബച്ച ഫൂൽ ചും താഹേ. താഹേ ബച്ച. ബച്ച ഒരാൺകുട്ടി. താഹയാണ് കറക്റ്റ്. ഇനി ഇവിടെ 2020 മാർച്ചിൽ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യനാണിത്. ഗംഗി. ഗംഗി പെൺകുട്ടിയാണ്. ജോക്കു ആൺകുട്ടിയാണ്. വന്നപ്പോൾ എന്ത് പറ്റി? പെൺകുട്ടിയുടെ ലഘി ലഗ ആയി മാറി. സിമിലർ വേ രോഷ്നി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗാണ്. ഒരുപാട് പ്രാവശ്യം എക്സാം ചോദിച്ചു വന്നു കേട്ടോ. രോഷ്നി സ്ത്രീലിംഗാണ്. പ്രകാശ പുല്ലിംഗാണ്. രണ്ടിൻ്റെ മീനിങ് എന്താണ്? ലൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. പക്ഷെ സ്ത്രീലിംഗ പുല്ലിംഗ വ്യത്യാസമുണ്ട്. രോഷ്നി സ്ത്രീലിംഗ ആയതുകൊണ്ട് ലഘി വന്നു. പ്രകാശ പുല്ലിംഗ ആയതുകൊണ്ട് എന്ത് വരണം? ലഗ വരണം. സോ ആനി ലഗ ആണ് കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. അപ്പോൾ എല്ലാവർക്കും ഇത് അടുത്ത വീഡിയോയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ധാരാളം മതിയപ്പം. സോ നിങ്ങൾ നന്നായി പഠിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. നന്നായി എക്സാമിന് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് എഴുതുക, ഫുൾ കോൺഫിഡൻസ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ്.